അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായി ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദീർഘദിവസങ്ങളായി നമുക്കൊരുമിച്ച് ദിനംതോറും ദൈവസന്നിധിയിൽ മണിക്കൂറുകളെടുത്ത് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് നൽകിയ സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചില ദിവസങ്ങൾ ഞാൻ യാത്രയിലൊക്കെ ആയിരുന്നുകൊണ്ടും അല്പം ശാരീരികമായ ക്ഷീണങ്ങളുള്ളത് കൊണ്ടും രാവിലെ എഴുന്നേറ്റില്ല. 2-3 ദിവസം ഞാൻ എഴുന്നേറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. 2-3-4 ദിവസം ഒരു ഗ്യാപ്പ് വന്നു. ബുധനാഴ്ച നമുക്കില്ലായിരുന്നു. വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ല. പക്ഷേ എങ്കിലും ദൈവദാസിമാർ അത് ചെയ്തതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും പുതിയ നിയമവെളിപ്പാടിൽ പ്രാർത്ഥനയുടെ തലങ്ങൾ പരിശുദ്ധാത്മാവ് തുറക്കുന്ന മേഖലകളിലേക്ക് നിങ്ങളെ ദൈവാത്മാവിൽ നടത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരു വാക്യം ധ്യാനിച്ച് നമുക്കൊരുമിച്ച് ഇന്ന് രാവിലെ വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ട് സമയത്തെ വേർതിരിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഈ വാക്യം വായിക്കും നല്ലത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കി വെക്കണം കേട്ടോ. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു നീതിയാണ്. നിങ്ങളുടെ ഓഡിയോ നിങ്ങൾ ഓൺ ചെയ്യരുത്. വായിക്കുന്ന ആരെങ്കിലും 1-2 പേര് വായിക്കുന്നവർ അവർ മാത്രം ഓഡിയോ ഓൺ ചെയ്യുക. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അവിടെ വെച്ച് കർത്താവ് എന്നെ കാണിച്ച ഒരു സ്വപ്നം ഈ വിഷയം സംബന്ധിച്ചായിരുന്നു. ഒരാൾക്ക് ഇപ്പോൾ ഈ വാക്യം ഒന്ന് വായിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുയേശുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിനു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. വളരെയധികം മഹത്വകരമേറിയ തിരുവചന സത്യങ്ങളുടെ പ്രകാശനം മറച്ചു വച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. ആ വാക്ക് ശ്രദ്ധിക്കണേ. ഇത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നടന്ന കാര്യമാണ്. ഈ കൊരിന്ത്യർ ലേഖനത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പുതിയ ഉടമ്പടിയിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ന്യൂ ക്രിയേഷനായ നമ്മെക്കുറിച്ച് പറയുകയാണ്. 1-ാം അധ്യായം പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നതാണ്. പുതിയ നിയമ ശുശ്രൂഷ, നീതിയുടെ ശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷ, തേജസ്സേറിയ ശുശ്രൂഷ, ഇങ്ങനെയുള്ള പല പദപ്രയോഗങ്ങൾ പറയുന്ന 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന് ശേഷം നിങ്ങൾ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി വളരുന്നു എന്ന് പറഞ്ഞ ശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ആ തലത്തിൽ ജീവിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഇരുളിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ. യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്ത് പ്രകാശിച്ചിരിക്കുന്നു? ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം ഞങ്ങളിൽ വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? പണ്ടൊരിക്കൽ അവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ വെളിച്ചം ഉദിച്ചു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അത് നടന്നു. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കേണ്ടതിന്, ശോഭിക്കാതിരിപ്പാൻ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അപ്പം ഈ കുരുട്ടിനെ പൊളിച്ചത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ആ വചനമാണ് തേജസ്സിൻ്റെ സുവിശേഷം. അത് തുറക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ ബോഡിക്കകത്ത് ഇതിൻ്റെ ശക്തമായ പ്രതിഫലനങ്ങൾ ഉണ്ടാകുകയാണ്. ഇവിടെ നാം സംഭവിക്കുന്നത് ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാകുകയാണ്. അവൻ്റെ ഹൃദയത്തിൽ മഹാവെളിച്ചമായവൻ അവൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുകയാണ്.
അപ്പൊ ഇവിടെ പുതിയ സൃഷ്ടിയാകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? പുതിയ സൃഷ്ടിയാകുമ്പോൾ നിങ്ങൾ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന്, കൊലോസ് ലേഖനത്തിൽ വാക്യമുണ്ട്, കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ കണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയല്ലേ നല്ലത്? ഒന്ന് കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ച് ആരും ആൾക്ക് വായിക്കാൻ പറ്റുമോ ഇത്? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും വായിച്ചോ ആന്റി, വായിച്ചോ. കാണാൻ പറ്റുന്നില്ലേ? നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഒരു നല്ല സ്തോത്രം നമുക്ക് പറയാലേ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ആ പിതാവിന് നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്, ഒന്ന്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ന്യൂ ക്രിയേഷൻ ആയിരിക്കുകയാണ്. അപ്പൊ ന്യൂ ക്രിയേഷൻ ആയപ്പോൾ അതിന്റെ പ്രത്യേകത എന്തറിയാമോ? ഒന്ന്, ദൈവം സൃഷ്ടിപ്പിൽ തന്നെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം സൃഷ്ടിച്ചപ്പോ വെള്ളത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ച് പാഴും ശൂന്യമായ ഭൂമിയെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം വെളിച്ചമുണ്ടാക്കുകയായിരുന്നു. ഇതാണ് 2 കൊരിന്ത്യർ ലേഖനം 4:6 പറഞ്ഞത്. ആ വാക്യം നമുക്കിവിടെ കാണാം. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്ക്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഇനി എന്താ ഇവിടുത്തെ റിസൾട്ട്? എന്താണ്? ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, വെളിച്ചം നല്ലതാണ്, വെളിച്ചം നല്ലതാണ്. ദൈവം ഒന്നുണ്ടാക്കിയാൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. അത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ സ്വഭാവമാണ്. പാഴും ശൂന്യമായ ഭൂമി ലൂസിഫറിന്റെ വീഴ്ചയാൽ, അതിനു മുമ്പ് ഇവിടെ ജീവിച്ചവർ ചെയ്ത പാപത്താൽ അത് ശൂന്യമായി പോയി. അപ്പോൾ ദൈവം അതിനെ പുനഃസൃഷ്ടിച്ചപ്പോൾ എന്തായി? അത് ഏറ്റവും നല്ലതായിരുന്നു. അപ്പോൾ ഈ ഭൂമിയെ, പാഴുശൂന്യമായ ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിന്റെ പെർഫെക്ഷനിൽ സൃഷ്ടിച്ചെങ്കിൽ വീണ്ടും ജനിച്ച നിങ്ങളെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ ദൈവം ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളെ ദൈവം ആത്മാവിൽ ഇപ്പോൾ പെർഫെക്റ്റ് ആക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പെർഫെക്ഷനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തുറക്കാൻ തുടങ്ങും. നിങ്ങൾ ഇനി മുതൽ ഇരുട്ടിലല്ല, നിങ്ങൾ ഇനി മുതൽ ശൂന്യതയിലല്ല, നിങ്ങൾ ഇനി മുതൽ ആഴങ്ങളിലല്ല. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കാം, പക്ഷെ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത് പെർഫെക്ഷനിലാണ്. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത് തികവിലാണ്. ക്രിസ്തുവിൽ അപൂർണനായ ഒരു വ്യക്തിയില്ല. നമുക്കത് അടുത്ത ഭാഗത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയാം. ഒന്ന്, നിങ്ങളുടെ മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളെ പുനഃസൃഷ്ടി നടത്തിയിരിക്കുന്ന, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്ന സൃഷ്ടിപ്പിനകത്ത് ദൈവം നിങ്ങളെ പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുന്നു. അതൊന്ന് ധ്യാനിച്ച് നന്ദിയോടെ മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഷാഭ ലാം തൽ കേരികഷ് എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു, അനിഭാഷി പ്രാർത്ഥിച്ചു. റാഫന, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. അത് പറഞ്ഞു പ്രാർത്ഥിച്ച് ഷാഖാൻ ഹാത്തൽ കാരകഷസ് പ്രൗഢവൻ. അത് അങ്ങനെ തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചോണ്ടോ. ക്രിസ്തുവിൽ അവൻ നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു. നിങ്ങൾ ഇനി പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. ഷാപര വൈഡ പ്രൗഢവന അതൽക്കനാദിര പ്രൗഷവന ഘടകധന അന്തൽ പ്രൗഢവന ഘടകധനം. ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഷാഖ ലാം ഛേദേരി പ്രൗഷ ഹാച്ചു റബാനബശസ്
അന്തരാതിരാധന പ്രൗഷമനക ദുരവനഘടകദന ചീകൽ ഖനാതിരാധന പ്രൗഢമനഘടകദനാരഘടക ശപ്രൗഢമനഘടകദനം അന്തൽ പ്രൗഢമന അജപം ഭവാനിക പ്രൗഢമനഘടകദനം ശപം ഭവാനിക പ്രൗഢമനഘടകദന. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണ്, ഞങ്ങൾ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണ്, ഞങ്ങൾ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണ്. ഇത് ഞങ്ങളുടെ അകത്ത് പ്രകാശിക്കപ്പെടട്ടെ, ഇത് ഞങ്ങളുടെ അകത്ത് പ്രകാശിക്കപ്പെടട്ടെ. റാഖ ലഭാന ചാദര ദിരപ്രൗഷപനവണ വേദ പ്രൗഢവന ജവന്തലാഭിന പ്രൗഷവന ഘടകദനം കർത്താവെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്റെ സോളിലേക്ക് ബോഡിയിലേക്കൊക്കെ കർത്താവെ നിന്റെ തേജസ് കർത്താവെ ചില കരിമ്പകർന്ന സത്യലോ കരിമ്പകർന്ന നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാക്യങ്ങൾ വായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വാക്യം വായിച്ചു തന്നാൽ എനിക്കിതൊരു സന്തോഷമായിരിക്കും. ഒന്ന് വായിക്കാമോ ഈ വാക്യം? 10ാം വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവരിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആണോ? നിങ്ങൾ രാവിലെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൽ ആത്മാവിൽ നിങ്ങളെ ദൈവം പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മളെന്താ വായിച്ചത്? സൃഷ്ടിച്ചപ്പോൾ ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായിരുന്നു. പാഴത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അതിനെ നല്ലതെന്ന് കണ്ടു. നല്ലതെന്ന് കണ്ടു. 1-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ പല സ്ഥലത്ത് കാണാം നല്ലതാണ്, അത് നന്നായിരുന്നു, അത് പെർഫെക്റ്റാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ വാക്യം എനിക്ക് വായിച്ചാൽ എനിക്ക് അപ്പോൾ ഓർമ്മ വരിക പ്രസാദങ്ങളുടെ ഭവനമാണ്. ആ ഭവനത്തിനകത്ത് ഞാനെടുത്തൊരു ക്ലാസ്, ഈ വാക്യം മുതൽ ക്ലാസ് എടുക്കുകയാണ്. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ എടുത്ത ക്ലാസ്. അന്ന് സോണി എന്ന് പറയുന്ന മോളി ക്ലാസ് കേട്ടു. ആകയാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. വാക്യം 7, അവനിൽ വേരൂന്നുക, ആത്മീക വർധന പ്രാപിക്കുക, നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുക. അപ്പോൾ ക്രിസ്തുവിൽ വേരൂന്നാൻ പറ്റുമോ? അപ്പോൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ കൂട്ടായ്മയിൽ മടക്കാൻ പറ്റുമോ? അപ്പോൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടത് എപ്പോഴാ? രക്ഷിക്കപ്പെട്ടപ്പോൾ. അവൻ്റെ കൂട്ടായ്മയിൽ മടക്കാൻ തുടങ്ങിയപ്പോഴാ? സ്നാനപ്പെട്ടപ്പോൾ. അവനിൽ വേരൂന്നിയത് എപ്പോഴാണ്? പുതിയ നിയമ സത്യങ്ങൾ നിങ്ങൾ ധ്യാനിച്ച് അത് നിങ്ങൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ. അപ്പോൾ അവനിൽ വേരൂന്നവൻ എന്ത് ചെയ്യും? അവൻ ആത്മീക വർധന പ്രാപിക്കും. അവൻ ഉപദേശത്തിനൊത്തവണ്ണം വിശ്വാസബലം ഉറയ്ക്കും. സ്തോത്രത്തിൽ അവൻ കവിഞ്ഞിരിക്കും. അവൻ്റെ പ്രത്യേകത എന്താ? അവൻ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും അവനെ കവർന്നു കളയാതിരിക്കാൻ അവൻ സൂക്ഷിക്കും. അത് മനുഷ്യന്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമുള്ളതാണ്. ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. അടുത്ത വാക്ക് 9-ാം വാക്യം വായിക്കൂ. ഒരാളെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ ഒറ്റ വാക്യം അകത്ത് ശക്തമായി സ്പർശിക്കപ്പെട്ട പ്രസാദങ്ങളുടെ മകൾ സോണി അവളുടെ പ്രാർത്ഥനാ മുറിയിൽ പിന്നെ കാണുന്നത്, ഞാൻ ചുരുക്കി പറയുന്നതാണ്, അവിടെ പലവട്ടം പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, അവളുടെ പ്രാർത്ഥനാ മുറിയിൽ പിന്നെ കാണുന്നത് കർത്താവിനെയാണ്. അവളുടെ പ്രാർത്ഥനാ മുറിയിൽ അവൾ പിന്നെ കാണുന്നത്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കാണുന്ന 6 ദൂതന്മാരെയാണ്. ഒറ്റ വചനം ഒരു വ്യക്തിയെ ഇങ്ങനെ വളർത്തുമോ? ഒരു വ്യക്തിയുടെ മുറിക്കകത്ത് സ്പിരിച്വൽ റിലം തുറന്നു കൊടുക്കുമോ? ഏഞ്ചലിക് റിലം തുറന്നു കൊടുക്കുമോ? ഗ്ലോറി റിലം ഓപ്പൺ ആക്കി കൊടുക്കുമോ? അപ്പൊ അവനിലല്ലോ
യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നിങ്ങൾ അവനിലാണ്, നിങ്ങൾ ആ കൂട്ടായ്മയിലാണ്, നിങ്ങൾ അവനിൽ വേരൂന്നുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാകുന്നത് നിങ്ങൾ അവനിൽ പെർഫെക്റ്റ് ആവുകയാണ്. അപ്പൊ നമുക്ക് ഈ 3 പദം ഒന്ന് പറഞ്ഞു നോക്കാം. 1, അവനെ കൈക്കൊള്ളുക. 2, അവന്റെ കൂട്ടായ്മയിൽ മടക്കുക. 3, അവനിൽ വേരൂന്നുക. ഇത് 3 ചെയ്യുന്നവൻ അവനെ പോലെ വളരുകയാണ്. അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുമുണ്ട്. അത് മുഴുവൻ വലിച്ചെടുത്ത് അവൻ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആവുകയാണ്. അവരിൽ നിങ്ങൾക്ക് പരിചയമുള്ളത് കൊണ്ട്, കൈകൊണ്ടല്ലാത്ത പരിചയം കിട്ടി ജഡശരീരം ഉരിഞ്ഞു കളയുവാൻ നിങ്ങൾ ബലമുള്ളവരായി മാറുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചു, ഈ ഒറ്റ പദം പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങൾ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആണ്. ക്രിസ്തുവിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. ഒന്നത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. നോക്കിയേ, ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ഇപ്പോൾ പെർഫെക്ഷന്റെ തലം ഓപ്പണായി വരും. ഒന്ന് പ്രാർത്ഥിച്ചോ, എല്ലാവരും കൺമുട്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ കുടുംബം പെർഫെക്റ്റ് ആകും. ഈ പെർഫെക്ഷന്റെ വെളിപ്പാട് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ആയിത്തീരുകയല്ല, നിങ്ങളെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. അന്തരാബിന പ്രൗഢമന ഘടകന രമപ്രൗഷമനം. നിങ്ങളുടെ ഭവനത്തിലുള്ള സകല വ്യക്തികളെയും ഈ ജീവൻ പിടിക്കട്ടെ, ഈ പെർഫെക്ഷൻ പിടിക്കട്ടെ. ലാഭ തലമുറകളെ അത് സ്പർശിക്കട്ടെ, കുടുംബത്തെ അത് സ്പർശിക്കട്ടെ. കുടുംബത്തിന്റെ മേലെ പെർഫെക്ഷൻ വീഴട്ടെ, അവന്റെ റിസൾട്ടുകൾ തുറക്കട്ടെ, അടിമത്തങ്ങൾ പൊളിയട്ടെ. ലാദൽ പെർഫെക്ഷൻ 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 ലാഭ പ്രൗഷമന പെർഫെക്ഷൻ എന്റെ കുടുംബത്തെ പണിയട്ടെ. പൂർണ്ണത കർത്താവേ ഞങ്ങൾ വെളിപ്പെട്ട് വരുവാണ്. എന്റെ കർത്താവേ വിശുദ്ധി ഞങ്ങൾ അകത്തുണ്ട്. നിങ്ങൾ ഒരാളെ ഈ വാക്യം കൂടെ വായിക്കാൻ കഴിയുമോ? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. ഒന്ന് വായിക്കാമോ? വായിക്കട്ടെ? വായിച്ചു സോഫിയ, വായിച്ചു.
അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. അല്ല, സോറി, എനിക്ക് തെറ്റുപറ്റി. 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വായിച്ചു, ഈ വാക്യം വായിച്ചു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലല്ലേ? ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലുമാണ് ഇത് മൊത്തം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വായിച്ച് സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണവൻ. ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കർത്താവ് ഈ കാണുന്ന പ്രപഞ്ചത്തെ തൻ്റെ ആത്മാവിനാൽ തൻ്റെ ശക്തിയാൽ വചനത്താൽ സൃഷ്ടിച്ചു. അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ അല്ലേ? 53 പേരൊന്നും ഉറങ്ങുന്നില്ലല്ലോ. 52 പേരല്ലേ? ഓക്കെ, ശ്രദ്ധിക്കണേ. ഞാനൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഉണ്ടായി. ഈ ഉണ്ടായ ഇതെല്ലാം ഉണ്ടായ അന്നു മുതൽ ഇന്നു വരെ അതിൻ്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? എത്ര അത്ഭുതം അത്! എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം ഇതിനെ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഉണ്ടാക്കിയത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം ഉണ്ടാക്കി. അവന് മുമ്പല്ലേ ആദ്യ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചത്. അപ്പൊ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചപ്പോ ഈ പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ അതിനെ അവന്റെ പെർഫെക്ഷനിൽ കറക്കാനുള്ള ശക്തി കൂടെ അവൻ തുറന്നോ? എനിക്കറിയില്ല നിങ്ങളുടെ അകത്ത് കയറുന്നോന്ന്. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ നമ്മുടെ കാലത്തൊക്കെ പഠിക്കുമ്പോൾ, ഞങ്ങളുടെ കാലത്തൊക്കെ പഠിക്കുമ്പം സൂര്യനും ചന്ദ്രനും 9 ഗ്രഹങ്ങളും ഭൂമിയടക്കമുള്ള 9 ഗ്രഹങ്ങൾ ചേരുന്നതാണ് സൗരയൂഥം. പണ്ടത്തെ ഓർമ്മ പറഞ്ഞതാണ് കേട്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിച്ചേരെ. പിന്നെ അത് 8 ആക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു. ആരോ ഒരാളെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഇവരെങ്ങനെയായി തട്ടുമുട്ടും കൂടാതെ ഒറ്റ വലയത്തിക്കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഹലോ, 40 സെക്സ്റ്റില്യൺ സോളാർ കുടുംബങ്ങളുണ്ടെന്ന് പാസ്റ്റർ കെ തോമസ് ഞങ്ങളെ 1998 പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്. 40 × 10⁻40 ഇതാണ് 40 സെക്സ്റ്റില്യൺ സോളാർ കുടുംബങ്ങൾ. അപ്പൊ ഇത് മൊത്തം എങ്ങനെയാണ് തമ്മിൽ മുട്ടാതെ, തമ്മിൽ ഇടിക്കാതെ, അപകടങ്ങൾ ഉണ്ടാകാതെ ഇതിങ്ങനെ കറങ്ങുന്നത് എങ്ങനെയാ? ഇത് കറങ്ങുന്നത് ദൈവത്തിന്റെ ഒറ്റ വാക്കിനാൽ അവൻ ഇതിനെ സൃഷ്ടിച്ചു. അവന്റെ പെർഫെക്ഷൻ സൃഷ്ടിപ്പിൽ മാത്രമല്ല, ഇതിന്റെ കറക്കത്തിലും ദൈവാത്മ വെച്ചിരിക്കുകയാണ്. ഞാൻ എന്തായി പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പെർഫെക്ഷൻ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് ദൈവകരങ്ങളിൽ സുനിശ്ചിതമാണ്. നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മരുമക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ പിതാവ്, ഒരു വ്യക്തി പോലും തമ്മിൽ കൂട്ടിമുട്ടി ജീവിതം അവസാനിക്കുവാൻ ഇടവരാതെ വണ്ണം ദൈവത്തിന്റെ പെർഫെക്ഷനകത്ത് കറക്കുവാൻ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളോടുള്ള ബന്ധത്തിൽ അവനെ കരുത്തുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ അതിനെ പ്രഖ്യാപിക്കും. പുതിയ സൃഷ്ടിയായി നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ദൈവകരങ്ങളിൽ സുനിശ്ചിതമാണ്. നമ്മൾ ഇനി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ പെർഫെക്റ്റ് ആക്കി സൃഷ്ടിച്ചിട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ പെർഫെക്റ്റ് ആക്കിയാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? നിങ്ങൾ പുതിയ സൃഷ്ടിയാണോ? നിങ്ങൾ പുതിയ സൃഷ്ടിയാണെങ്കിൽ നിങ്ങളിപ്പോൾ പെർഫെക്റ്റ് അല്ലേ? ആ പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ തികവാണ് വെളിപ്പെട്ടതെങ്കിൽ സൃഷ്ടിക്കുക മാത്രമല്ല അവസാനം വരെ കൃത്യതയോടെ അവൻ നിങ്ങളെ
അവൻ നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നതല്ലേ. ഒന്ന് നിങ്ങളെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ അകത്ത് കയറിയെങ്കിൽ, ഒന്നുമില്ലായ്മയെന്ന് ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയവൻ ഇന്നുവരെയും അതിനെ കൃത്യതയോടെ കറങ്ങുവാൻ അവൻ ആ സൃഷ്ടിപ്പിൽ തന്നെ ശക്തി വെച്ചെങ്കിൽ എത്ര മഹത്വകരമായി നമ്മുടെ കുടുംബങ്ങളിൽ അവന്റെ കരം വെളിപ്പെട്ടു വരും. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ഷാഭ റബാന അന്തരാബിന പ്രൗഢമന മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചേ. ഓ ഷാബ, ഇത് വെളിപ്പാടായി കിട്ടിയെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചേനെ. ഇത് വെളിപ്പാടായി കിട്ടിയെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചേനെ. ഷാഭര ഹൽക്കമന ഹൽക്കതിന് ഒരു ഗോളവ് തമ്മിൽ കൂട്ടിയിടിക്കാവേ, ഒന്നൊന്നിനെ മുട്ടാവേ, ഒന്നൊന്നിനെ തകർക്കാവേ, ഒന്നൊന്നിനെ അവസാനിപ്പിക്കാവേ. ഷാരാബാര ഈ കുടുംബങ്ങളുടെ മേലെല്ലാം അത് തുറക്കട്ടെ. ഈ കുടുംബങ്ങളുടെ മേലെല്ലാം അത് തുറക്കട്ടെ. ദൈവിക പെർഫെക്ഷൻ തുറക്കട്ടെ. ദൈവിക പെർഫെക്ഷൻ തുറക്കട്ടെ. ദൈവിക പെർഫെക്ഷൻ തുറക്കട്ടെ. ഞങ്ങൾ ശരീരത്തിൽ അപൂർണരാണ്, പക്ഷെ ഞങ്ങൾ ആത്മാവിൽ പെർഫെക്റ്റ് ആണ്. ഞങ്ങളുടെ സൃഷ്ടിപ്പിൽ ഞങ്ങൾ പെർഫെക്റ്റ് ആണ്. ഷാ ഫെലാജിന അങ്ങനെ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട. പക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കരുത്. ഇത് പറയണം, നിങ്ങൾ ഇത് പറയണം. ഷാ ഫല നിങ്ങളുടെ വാക്കുകൾക്ക് സൃഷ്ടിക്കാനുള്ള കരുത്തുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവിക പെർഫെക്ഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് കൂട്ടുമുട്ടലുകളെ ഒഴിവാക്കുന്ന, അപകടങ്ങൾ ഒഴിവാക്കുന്ന, നിലനിൽപ്പുകൾ തുറക്കുന്ന ദൈവത്തിന്റെ കറക്കങ്ങൾ തുടങ്ങാൻ പോകുന്നു. ഒന്നൊന്നിനെ മുട്ടി അവസാനിക്കില്ല, ഒന്നൊന്നിനെ തകർക്കില്ല, ഒന്നൊന്നിനെ ഇല്ലാവാക്കില്ല. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചോ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ വെളിച്ചമാണ്. ഇന്ന് രാവിലെ മുതൽ പ്രകാശം തുറക്കട്ടെ. ഒന്നുകൂടി ആഴത്തിൽ തുറക്കട്ടെ. ഒന്നുകൂടി ആഴത്തിൽ തുറക്കട്ടെ. ഒന്നുകൂടി ആഴത്തിൽ തുറക്കട്ടെ. ഞാൻ ഒറ്റ വാക്കുകൂടെ പ്രാർത്ഥിപ്പിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പുതിയ സൃഷ്ടികളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആയിരിക്കുന്ന, ക്രിസ്തുവിൽ നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സമ്പൂർണതകൾ തുറന്നിരിക്കുന്ന നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും അല്ലേ? ആണോ? അങ്ങനെ വാക്യമില്ലേ? ആമേൻ ആമേൻ. ഞാനും കൂടെ പറയുന്നു, പുതുവായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പം നിങ്ങൾ പുതുവായി ജനിച്ചത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയുന്നു, നിങ്ങൾ പുതുവായി ജനിച്ചത് വെള്ളത്താലും ആത്മാവിനാലുമാണ്. അതായത് വചനത്താലും ആത്മാവിനാലുമാണ്. അപ്പൊ വചനത്താലും ആത്മാവിനാലും പുതിയ സൃഷ്ടിയായി ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവന്റെ പ്രത്യേകത നിങ്ങൾ ജഡത്താൽ ജനിച്ചപ്പോൾ ജഡമായിരുന്നു. നിങ്ങൾ ആത്മാവിനാൽ ജനിച്ചപ്പോൾ എന്തായി മാറി? നിങ്ങൾ ആത്മാവായി മാറി. കേൾക്കുന്നുണ്ടോ? ഞാൻ സമയക്കുറവുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വായിച്ചത്. നിങ്ങൾ പുതുവായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ഞാൻ ആശ്ചര്യപ്പെടരുത്. എന്താ കാരണം? നീ ഇപ്പോൾ ജഡമാണ്.
ഈ ജഡമായ നിന്നെ അവൻ ആത്മാവാക്കുകയാണ്. കാരണം നീ ആത്മാവിനാൽ ആരാൽ ജനിക്കാൻ പോവുകയാണ്? ആത്മാവിനാൽ ജനിക്കാൻ പോവുകയാണ്. ജഡത്താൽ ജനിച്ചത് കൊണ്ട് നിനക്കൊരു ജഡമുണ്ട്. ആ ജഡം പാപസങ്കീർണമാണ്, പാപപൂരിതമാണ്. എന്നാൽ ആത്മാവിനാൽ ജനിച്ചാലോ നീ ആത്മാവിൽ വളരാൻ തുടങ്ങും. എന്നിട്ട് ഈ വാക്കൊന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കേട്ടോ. 8-ാം വാക്യം പറ്റുന്ന എല്ലാവരും വായിക്കണം കേട്ടോ. ഒരാള് വായിച്ചോ, ബാക്കി എല്ലാവരും കൂടെ ചേർന്ന വചനം ഒന്ന് കണ്ണിലൊന്ന് ഉടക്കിക്കോട്ടെ. കണ്ണുകൊണ്ടൊന്ന് കണ്ടു വായിച്ചോ. വായിച്ചോ. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. എന്റെ കർത്താവേ, ആത്മാവിനാൽ ജനിച്ചു ഒരുവന്റെ പ്രത്യേകത നോക്കിയേ. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഓടുന്നു, അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റില്ല. കാറ്റിങ്ങനെ അടിക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ തോന്നാം. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ചവൻ. ആത്മാവിൽ ജനിച്ചവൻ എവിടെ നിന്നാണ് അവൻ ജനിച്ചതെന്ന് മനുഷ്യന് മനസ്സിലാകില്ല. അവന്റെ ഡെസ്റ്റിനി എന്താന്ന് മനസ്സിലാകില്ല. പക്ഷേ നീ ഭാരപ്പെടണ്ട. നിന്നെ ആത്മാവിൽ ജനിപ്പിച്ചവൻ നിന്റെ മുമ്പിൽ ഒരു ഡെസ്റ്റിനി തുറക്കും. നിന്നെ എത്തിക്കേണ്ടിടത്ത് അവൻ എത്തിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രൊജക്റ്റ് അവൻ നിവർത്തിക്കും. നിങ്ങളിൽ ക്രിസ്തു മർമ്മങ്ങൾ തുറന്നു വരും. നിങ്ങൾ അവനെ പോലെയാകും. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ കൃത്യതയോടെ നിറവേറ്റപ്പെട്ടിരിക്കും. നിങ്ങൾ അതിനകത്ത് വ്യാകുലപ്പെടേണ്ട. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നെന്ന് ആരും അറിയാത്തതുപോലെ ആത്മാവിൽ ജനിച്ചവൻ അതുപോലെയാകുന്നു. അവൻ എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് പോകുന്നത് എന്ന് ആരും അറിയുന്നില്ല. വചനത്താലും പരിശുദ്ധാത്മാവിനാലും യേശുക്രിസ്തു മറിയത്തിന്റെ അകത്ത് ഉരുവാക്കപ്പെട്ടു. അവൻ എന്തിനാണ് വന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിലെ ദൗത്യം അവൻ നിവർത്തിച്ചതുപോലെ ആത്മാവിനാൽ വചനത്താൽ ജനിക്കുന്നവൻ ദൈവം രൂപകൽപ്പന ചെയ്ത ദൈവത്തിന്റെ പദ്ധതികൾ നിവർത്തിക്കുന്നവനാണ്. അതിനുവേണ്ടി അവൻ നിങ്ങളുടെ മേൽ പുതുജീവന് പകർന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങൾ ഡെസ്റ്റിനികൾ കാണാൻ പോവുകയാണ്. അതിലേക്ക് നിങ്ങൾ ചലിക്കാൻ പോവുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിൽ നിവർത്തിക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ തന്നെ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ കേട്ടോ. ഇരുളിന്റെ പ്രവൃത്തികൾ മുഴുവൻ മാറിപ്പോയി, നിങ്ങളിൽ പുതുസൃഷ്ടികൾ തുറന്നു വരാൻ പോവുകയാണ്. എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്തെന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചോ. സമയം അതിക്രമിച്ച് ഓടിപ്പോകുന്നു. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവിനാൽ ജനിച്ചവൻ ഇങ്ങനെയാണ്. ജഡത്താൽ ജനിച്ചവൻ ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചവൻ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ഡെസ്റ്റിനി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ മുമ്പിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ തലമുറകൾക്ക് അവൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചു, അത് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇത്ര ശക്തമാണോ എന്റെ ആത്മമനുഷ്യൻ? ഇത്ര ശക്തമാണോ എന്റെ ആത്മമനുഷ്യൻ? ഇത്ര ശക്തമാണോ എന്റെ ആത്മമനുഷ്യൻ? ലാ ലഖാന രഗശസ്കനാദിനാദന എന്നെ നടത്തുന്നതുകൊണ്ട് എന്റെ കർത്താവേ, അവിടുന്ന് കർത്താവ് എന്റെ കർത്താവ് അവിടുത്തെ ദിവസങ്ങളിൽ തുറന്ന് കർത്താവെ യേശുപ്പ അത് വെളിപ്പെടുത്തി തരുന്നതിന് കർത്താവേ, യേശുപ്പ ഉറപ്പാക്കി കർത്താവേ, യേശു നീ എന്നെ അകത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു കർത്താവേ. എനിക്കറിയാം എന്റെ കർത്താവെ അതിലുള്ള പോരായ്മ എന്റെ കർത്താവെ
നമുക്ക് പ്രാർത്ഥിച്ച് സമാപനമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയെങ്കിൽ, നമ്മൾ വെളിച്ചമാണെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇരുട്ടുകൾ മാറിപ്പോയല്ലേ പറ്റുകയുള്ളൂ. നമ്മൾ പുതിയ സൃഷ്ടിയാണല്ലോ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണല്ലോ. അത് പെർഫെക്റ്റ് അല്ലേ? അതല്ലേ നമ്മൾ കണ്ടുവന്നത്. എത്ര വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. കൊലോസ്യർ 2:9, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-5 വാക്യങ്ങൾ. ഇങ്ങനെ എത്രയെത്ര വാക്യങ്ങളിലാണ് നമ്മൾ പുതിയ സൃഷ്ടിയാണ്, നമ്മൾ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ പരിപൂർണരാണ്, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ വെളിച്ചമായിരിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാപമോചനവും സ്വർഗത്തിൽ പോകുന്ന പോക്കും മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ആദ്യം വായിച്ചു, നമ്മെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്നിട്ടാ അവിടുത്തെ വാക്യം എന്താ? അടുത്ത പദം എന്താ നമ്മൾ വായിച്ചത്? ലേറ്റായി വന്നവരത് കേട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. എന്നിട്ടോ നമുക്ക് വെളിച്ചത്തിൽ അവകാശമുണ്ട്. ഹലോ, നമുക്ക് വെളിച്ചത്തിൽ അവകാശമുണ്ട്. ആ വെളിച്ചമാരാ? ആ വെളിച്ച ക്രിസ്തുവല്ലേ? അപ്പൊ ആ വെളിച്ചമായ ക്രിസ്തുവിൽ നിങ്ങൾക്ക് അവകാശമുണ്ടോ? അവന്റെ പരിപൂർണതയിൽ, അവന്റെ മഹത്വത്തിൽ, അവന്റെ വെളിച്ചത്താൽ നിങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ദൈവശോഭയുടെ പ്രതിഫലനത്തെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ഒരിക്കൽ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമാകുന്നു. വെളിച്ചത്തിന്റെ മക്കളെന്ന പോലെ നമുക്ക് കർത്താവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ശോഭിപ്പിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ ശോഭയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഇരുട്ടുകൾ മുഴുവൻ മാറിപ്പോകണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ഈ കുടുംബങ്ങളെ, ഈ കുടുംബങ്ങളിലെ തലമുറകളെ, ഇവരുടെ ബിസിനസ്സുകളെ, ഇവരുടെ ഭാവിയെ, ഇവരുടെ ജോലിയെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കുടുംബങ്ങളിൽ എല്ലാം ദൈവത്താലുള്ള അത്ഭുതകരമായ ദൈവിക വിടുതലുകൾ തുറന്നു വരുവാൻ, രോഗികളെ കർത്താവ് സൗഖ്യമാക്കാൻ, അത്ഭുതകരമായ വാതിലുകൾ ദൈവം തുറക്കാൻ, സാമ്പത്തികമായി പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ വഴികളും വാതിലും തുറക്കുവാൻ, ബ്രേക്ക് ത്രൂകൾ സംഭവിപ്പാൻ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ മുഴുവൻ അത്ഭുതകരമായ വഴികൾ തുറന്നു വരും കേട്ടോ. അത്ഭുതകരമായ വഴികൾ നിങ്ങളുടെ കുടുംബത്തിൽ തുറന്നു വരും കേട്ടോ. അങ്ങനെ തന്നെ നിങ്ങൾ ഉറപ്പോടെ പ്രാർത്ഥിച്ചോ. എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് അടുത്ത 3-4 മിനിറ്റ്, 6:26 4 മിനിറ്റ് നേരം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലും പലവിധമാകുന്ന ആവശ്യങ്ങളുണ്ട്. ഇതിന്റെ മേലെല്ലാം നിങ്ങളിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഷാഭാരാപന അന്തരാഭിനാപന കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഷാബന എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിച്ചോ. ഷാന്തൽ ഘടകനാരകശസ് നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ പുതിയ സൃഷ്ടിയാണെങ്കിൽ, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഷാബാനാതെ സമസ്ത മേഖലകളിലും നിങ്ങളുടെ വാക്കുകൾ സ്വാധീനത കൊണ്ടുവരും.
ജഗനാഥഗക്ഷസ്കരാദിന പ്രൗഢമനാരകം തല പ്രൗഷമനഘടകദന അന്തരാദിനാരഘടകദന വൈഷ പ്രൗഢമനഘടകദന രിഗക്ഷസ്കനാദിരാദന പ്രൗഢമനഘടകദനം പ്രകാശിക്കുന്ന എന്റെ കർത്താവേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. നമ്മൾ പെർഫെക്റ്റ് ആണ്. നമ്മൾ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ജനിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ വെളിച്ചത്തിൻ്റെ അവകാശികളാണ്. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് ഈ വെളിപ്പാടിൽ, ഈ വചനത്തിൻ്റെ സത്യത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം ഈ പ്രപഞ്ചത്തെ ഒറ്റവാക്കിനാൽ സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചം ദൈവം അവസാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വരെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ്റെ ശക്തിയാൽ അവസാനം വരെ ജീവിക്കുമെന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ചലിക്കുമെന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ പറയുന്നു, ഒറ്റവാക്കിനാൽ ഇതിനെ സൃഷ്ടിച്ച ദൈവം ഈ സൃഷ്ടിച്ചതിനെ അവസാനം വരെ അവൻ്റെ ആ വാക്കിൻ്റെ ശക്തിയാൽ അവൻ നിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മളെത്ര ശക്തിയുള്ളവരാണ്, നമ്മളെത്ര മഹിമയുള്ളവരാണ്. ആ വെളിപ്പാടിൽ നമുക്ക് നിറഞ്ഞു നിൽക്കാം. ഈ സുദിനം, ഈ ദിവസം, മെയ് മാസം 12-ാം തീയതി നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകട്ടെ. അനുഗ്രഹത്തിൻ്റെ കൂട്ടിമുട്ടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ തലമുറകൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാം ദൈവത്താലുള്ള പ്രത്യേക കൂട്ടിമുട്ടലുകൾ വ്യക്തികളുമായിട്ട് സംഭവിക്കട്ടെ. ചതിയന്മാർ, വഞ്ചകന്മാർ, ദുഷ്ടന്മാർ, വിനാശകന്മാർ, പല വിധത്തിലുള്ള അന്ത്യകാല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ വിരഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ, പരിപാലനം, അവൻ്റെ സംരക്ഷണം നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ പരിശുദ്ധാത്മാവ് നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെയും ഞങ്ങൾക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ, അല്പനേരം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ഒരുമിച്ച് ആത്മാവിൽ ആനന്ദത്തോടെ പ്രാർത്ഥിപ്പാൻ, ബലത്തോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ മേൽ കടന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിപ്പാൻ വന്നിരിക്കുന്ന 54 ഡിവൈസിലുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് മുഴുവൻ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. അങ്ങ് സൃഷ്ടിച്ച കുടുംബങ്ങളിൽ ഇരുട്ടില്ലല്ലോ. അങ്ങ് സൃഷ്ടിച്ച കുടുംബങ്ങളുടെ ഗമനവും അതിൻ്റെ കർത്താവ് അവൻ്റെ മുൻപോട്ടുള്ള ഗമനങ്ങൾ, അവൻ്റെ മുൻപോട്ടുള്ള യാത്രകൾ സൃഷ്ടിക്കപ്പെട്ട വചനത്തിൻ്റെ ശക്തിയിലാണല്ലോ. അത് ഈ കുടുംബങ്ങളിൽ ആ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടവനും ഈ കുടുംബങ്ങൾ അനുഗ്രഹമാകേണ്ടവനും ഞാൻ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധമാകുന്ന അവസ്ഥകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ തുറന്നു കൊടുക്കണമേ. ദൈവിക ഡെസ്റ്റിനിയിലേക്ക് ഇവരെല്ലാം നടത്തണമേ അപ്പ. കർത്താവെ, ഇവർ തലപൊക്കി നോക്കട്ടെ. ഇവരുടെ മുമ്പിൽ വിളഞ്ഞിരിക്കുന്നത് കാണാൻ, അത്ഭുതകരമായത് കാണാൻ, അത്ഭുതകരമായത് കൊയ്തെടുപ്പാൻ അങ്ങ് ഇവരുടെ മേൽ കരുത്ത് പകരണമേ. ഇവർ കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ദൈവിക വർധനവുകൾ തുറക്കട്ടെ, ദൈവിക വളർച്ചകൾ സംഭവിക്കട്ടെ. ആത്മാവിനാൽ ജനിച്ചവൻ കാറ്റ് ഊതുന്നത് പോലെയാണ്, എവിടേക്ക് പോകുന്നുവെന്ന് അറിയാത്തതുപോലെ ഞങ്ങളെ നടത്തുന്നവനാൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവനായിട്ട് ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
മഹത്വം കുഞ്ഞാടിന്. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. ഷലോം.